കാസർഗോഡ് ജില്ലയിലെ കൂവപ്പാറ എന്നൊരു സ്ഥലത്താണ് ഈ ഒരു നാച്ചുറൽ കേവ് സ്ഥിതി ചെയ്യുന്നത്. 30 രൂപയാണ് എൻട്രി ഫീസ്. ഈ ഒരു ഗേറ്റ് കടന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ഒരു കേവിലേക്ക് എത്തിച്ചേരാം. ഇവിടെ ഞാൻ സ്വന്തമായിട്ട് ഒരു ടോർച്ച് അങ്ങനെ കൊണ്ടുവന്നു ഇവിടെ വരുമ്പോൾ. പക്ഷേ ഇവിടുന്ന് ആവശ്യത്തിനുള്ള ടോർച്ച് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു കേവിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകാം. കുറച്ച് ആഴത്തിലൊരു ഇതാണ്. ഇവിടെ നമ്മളെ വവ്വാലൊക്കെ ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ. പിന്നെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു നല്ലൊരു അന്തരീക്ഷം തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് വന്നത്. ഇതിന് ചാർജൊന്നും ഇല്ല. ഇതിനുള്ളിൽ നല്ല തണുപ്പാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ നല്ല ഒരു ചൂട് കാലാവസ്ഥയിലാണെങ്കിൽ ഇതിനുള്ളിൽ ഇറങ്ങിയ നല്ല തണുപ്പാണുള്ളത്. പിന്നെ ഇതിനുള്ളിൽ പക്ഷികളൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. വവ്വാലാണത് കേട്ടോ. വവ്വാലാണ് ഇതിനുള്ളിൽ ഇഷ്ടംപോലെ വവ്വാലുകളൊക്കെ ഉണ്ട്. ഒരുപാട് മൊബൈലുണ്ടോ വളർത്തുന്നുണ്ടോ? ഒരുപാട് മൊബൈൽസ് ഒക്കെ ഉണ്ട്. ഇതിനുള്ളിൽ ഒരു ഗുഹയുണ്ട്. ഉള്ളിലൊരു ഗുഹയുണ്ടല്ലേ? സ്ലിപ്പാവോട്ട് നോക്കണേ. ശരിക്കും നമ്മൾ ഇതുവഴിയല്ല പോകേണ്ടത്. ഏറോ ഇട്ടുണ്ടല്ലേ? ഓക്കെ, ഇല്ല ഇത് പോകാൻ വേണ്ടിട്ട് ഇതിന്റെ വഴി അതൊന്നും കൂടെ ഉണ്ടാവില്ല. വഴി ഇങ്ങനെ ഇതാ ഏറോ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത്. ശരിക്കും പറഞ്ഞാല് ഒരു എന്താ പറയണ്ടേ, അല്ല ഒരു അതെ ഒരു ഹൊറർ ഫീലിംഗ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ചില സ്ഥലങ്ങളൊക്കെ സ്ലിപ്പാവും, അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതിനുള്ളിലേക്ക് വഴിയുണ്ടോ? ഓക്കെ, അവിടെ വെളിച്ചോ കുറച്ച് കുറവല്ലേ? ഇതിനുള്ളിൽ നിന്ന് ലൈറ്റ് ഇട്ടിട്ടില്ലേ? ഇതിവിടെ എന്താണ് കേട്ടോ. ഇത് നമുക്ക് പോകാനുള്ള സ്ഥലം വേറെയാണ്. ഇവിടെ ഇത്രയാണ് ഒരു വലിയൊരു കൂടാൻ പോലുള്ള സ്ഥലമാണ്. നാച്ചുറൽ കേവ് എന്ന് പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയാ ഇതിൽ കയറി പോകണം അല്ലേ? അതിലും കയറല്ലേ? വവ്വാലുകൾ നടത്തിയിട്ടുള്ള ഒരു ഗുഹ തന്നെയാണ്. ഇതിപ്പോൾ നമ്മളെ ഗുണ കേവ് കണ്ടില്ല, അതേ മോഡൽ തന്നെയാണ് ഏകദേശം ഉള്ളത്. പക്ഷേ ഇത് കുറച്ച് ലെങ്തിലാണുള്ളത്.
നമുക്ക് ഇതുവഴിയും വേറെ സ്ഥലത്തേക്ക് കയറി പോവാം. ഇത് കഴിഞ്ഞൊരു മറ്റൊരു കേവ് കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരുപാട് ആളുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ. അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ ഒറ്റക്കായിട്ട് നോക്കുമ്പോൾ ഒരു മടി പോലെ. നമുക്ക് ഇതുവഴി അങ്ങ് മുകളിലേക്ക് കയറാം കേട്ടോ. ഈ ഒരു കേവ് ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമുക്ക് ഇതുവഴി മുകളിലേക്ക് കയറാം. വിളിച്ചു വന്നാട്ടോ. ആദ്യത്തെ ഗുഹ കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ഗുഹ ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ടുണ്ട്. ഇത് ഇനി എൻട്രൻസിലേക്കാണ് പോകേണ്ടത്. അതിൻ്റെ എൻട്രൻസിലേക്കാണ് പോകേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത്. അതുപോലെ കുറച്ച് ആഴത്തുള്ള സംഭവം തന്നെയാണല്ലേ. രണ്ടാമത്തെ കേവ്സിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള ഒരു വഴി. ഇത് കുറച്ച് ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുറത്ത് ഭയങ്കര ചൂടാണ്. പക്ഷെ ഇത് ഇറങ്ങിയാൽ നമ്മൾ AC-ലുള്ളതിനെക്കാട്ടും കൂടുതലുള്ള തണുപ്പുണ്ട് കേട്ടോ. ഓ ഇരുടായി. ടോർച്ചായി ഈലങ്ങ് പോട്ടെ. നടക്കുന്നത് വവ്വാൽ വറക്കുന്ന അങ്ങോട്ടാണ്. ഇത് വവ്വാൽ മൊത്തം വവ്വാലാണ് കേട്ടോ. ഓട്ടോവേനുണ്ട്. ഇവിടെ മേലെത്തി. ഇവിടെ മേലെത്തി. അത്രയല്ല ആദ്യം നമ്മള് നേരെ അങ്ങോട്ട് കാണുന്നുണ്ടല്ലോ. ചെറിയൊരു അങ്ങോട്ട് ഇതിലൊക്കെ ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ കൂടുതലും വവ്വാലാണ്. ഇതൊക്കെ മണ്ണയിൽ എങ്ങനെയാ കൊണ്ടുവന്നേ? ഇതൊക്കെ ചെറിയ സ്ഥലങ്ങൾ മാത്രം. ഇതാണ് ഈ ഒരു കേവിന്റെ പുറത്തേക്കുള്ള വഴി. ഇതാണ് കേട്ടോ. ഇത്രയും വിശേഷങ്ങളാണ് ഈ ഒരു 2 കേവിലുള്ളത്. പിന്നെ നമ്മൾ തലശ്ശേരിയിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഒരു 83 കിലോമീറ്റർ മാത്രമേ തലശ്ശേരിയിൽ നിന്ന് കൂവപ്പാറയിലേക്കുള്ളൂ.
അത് ഏകദേശം ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ വലിയൊരു എക്സ്പെക്റ്റേഷൻ കൊണ്ടൊന്നും ഇവിടെ വരാൻ പാടില്ല. പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ ഇവിടെ കാണാനുള്ളത് ഉണ്ട്, കുറച്ച് സമയം കാണാനുള്ളത് നമുക്കുണ്ട്. പിന്നെ ഈ ഒരു സമയമാണ് കേട്ടോ നമുക്കിവിടെ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സമയം. കാരണം മഴക്കാലമെല്ലാം ഇനി ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ കുറേ വെള്ളം നിറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വഴുക്കലുണ്ടാവും. പിന്നെ ഇതിലേക്ക് ഇറങ്ങിപ്പോകാൻ വളരെ റിസ്ക്കാണ്. കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നതിന് ഒരു റിസ്ക്കും ഇല്ല. കുട്ടികളെയൊക്കെ കൊണ്ട് ഇതിൻ്റെ ഈ ഒരു ഗുഹയുടെ ഉൾവശമൊക്കെ കാണാനൊക്കെ പറ്റും. പിന്നെ തലശ്ശേരിയിൽ നിന്ന് നമ്മൾ പഴയങ്ങാടി ഭാഗത്തൂടെ നമ്മൾ ഈ ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ നമുക്ക് വായലപ്പുറം പാർക്കും കൂടി കവർ ചെയ്തിട്ട് വരാൻ കഴിയും. ഇനി അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. റസാലി ട്രാവൽ. താങ്ക് യു.